നിങ്ങൾ ആരെങ്കിലും എക്സോ പ്ലാനറ്റുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? എന്തായിരിക്കും ഈ എക്സോ പ്ലാനറ്റുകൾ? സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെയാണ് പുറം ഗ്രഹങ്ങൾ അഥവാ എക്സോ പ്ലാനറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്നുള്ള വലിയ ചോദ്യത്തിന് ഒരുപക്ഷെ ഉത്തരം നൽകാൻ ഈ എക്സോ പ്ലാനറ്റുകൾക്ക് സാധിച്ചേക്കും. ഭൂമിയെ പോലെ തന്നെ ജീവസാധ്യത നിലനിൽക്കുന്ന ഗ്രഹങ്ങളും മറ്റിടങ്ങളും കണ്ടെത്താൻ ശാസ്ത്ര സമൂഹം നിരന്തരമായി ശ്രമിക്കുന്നുണ്ട്. പല ഗ്രഹങ്ങളും പല ഉപഗ്രഹങ്ങളും ജീവസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഇടങ്ങളുടെ ലിസ്റ്റിലുമുണ്ട്. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള പഠനങ്ങളിലാണ് എക്സോ പ്ലാനറ്റുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഒട്ടേറെ പുറം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അടുത്തിടെ പഠനത്തിന്റെ ഭാഗമായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പ്രത്യേകതരം പുറം ഗ്രഹങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഈ ഗ്രഹങ്ങളുടെ പകുതി ഭാഗം പാറയും പകുതി ഭാഗം വെള്ളവുമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 1990-ലാണ് ആദ്യ എക്സോ പ്ലാനറ്റിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. തുടർന്ന് ഇതുവരെ 5000-ഓളം എക്സോ പ്ലാനറ്റുകളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭൂമി, ചൊവ്വ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെ പോലെ ഉറച്ച പുറം ഘടനയുള്ളവയും വ്യാഴം, ശനി തുടങ്ങിയവയെ പോലെ വായുഘടനയുള്ളവയും ഇക്കൂട്ടത്തിലുണ്ട്. സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ഭൂമിയെ പോലെ ഏതെങ്കിലും നക്ഷത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്നവയാണ് ഇവയിൽ കൂടുതൽ. സൗരയൂഥത്തിന്റെ ഏറ്റവും അടുത്തുള്ള എക്സോ പ്ലാനറ്റിന്റെ പേര് എപ്സിലോൺ എറിഡാനി എന്നാണ്. ഭൂമിയിൽ നിന്ന് 10.5 പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന രീതിയിലാണ് ഈ ഗ്രഹമുള്ളത്. സൂര്യന്റെ 1/5 മാത്രം പിണ്ഡവും ചെറിയ ആകൃതിയും തണുപ്പും നിറഞ്ഞ പരിതസ്ഥിതിയുള്ളവയാണ് ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങൾ. പല ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഇത്തരം ഗ്രഹങ്ങളുമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വെള്ളം നിറഞ്ഞ ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിൽ സർവ്വസാധാരണയുണ്ടെന്ന് വേണം നമ്മൾ വിശ്വസിക്കുവാൻ. എന്നുവെച്ചാൽ ഇത്തരം ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള നല്ല സാധ്യതയും ഉണ്ടെന്ന് ചുരുക്കം. വരും കാലങ്ങളിൽ ഒരുപക്ഷെ നമുക്കെല്ലാം പ്രത്യാശ നൽകുന്ന വാർത്തയുമായിട്ടായിരിക്കും ശാസ്ത്ര സമൂഹം വരുന്നത്. മനുഷ്യരാശിയുടെ ചിന്തകൾക്കപ്പുറമായി ശാസ്ത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവന്റെ തുടിപ്പുകൾ അവശേഷിക്കുന്ന പല മേഖലകളിലും ശാസ്ത്രം നാൾക്കുനാൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജൈത്രയാത്ര മനുഷ്യകുലത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്കായുള്ള സാധ്യതകളെ തുറക്കട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി.